പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷനിലും പോകാതെ തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീനിൽ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം കേട്ടോ. ചില സുഹൃത്തുക്കൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും. അത് ടെക്നീഷ്യന്റെ കയ്യിലോ മറ്റൊന്നും കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തന്നെ ശരിയാക്കി വെക്കാം എന്നുള്ളതാണ്. അതിന് 2-3 സെറ്റിംഗ്സുകൾ ശരിയാക്കാനുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ അവർക്ക് ഇത് അറിയില്ലായിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്നത് അതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാ പിന്നെ തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പല ഫോണിലും പല രീതിയിലാണ് ഉള്ളത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നമുക്ക് ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോയിട്ട് ആപ്സ് പല പല രീതിയിലായിരിക്കും പല ഫോണിലും കാണുന്നത്. ഇത് വിവോയുടെ ഫോണാണ്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്പ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ വിശദമായിട്ട് നോക്കുക. ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നയമോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന്റെ ഐക്കനോ ഇല്ലാതെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാര്യം ചില ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന പെർമിഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്ക്രീനിൽ പരസ്യം വരുന്നത്. നമ്മൾ ആ പരസ്യം കാണിക്കാനുള്ള പെർമിഷനാണ് അവിടെ കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ അറിയത്തില്ല. അങ്ങനെയാണ് ഇത് സാധാരണ പരസ്യം ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷനാണ് അത്. എന്തായാലും അത് അങ്ങനെ ചെയ്യുക. അതിനുശേഷം വീണ്ടും സെറ്റിംഗ്സ് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നമുക്കിവിടെ ഗൂഗിൾ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ എനേബിൾ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും. അതിൽ ആൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടാമത് റെക്കമെൻഡഡ്, അത് പോയിട്ട് ആൾ സർവീസ്, അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീസെറ്റ് അഡ്വൈസിങ് ID എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് അഡ്വൈസിങ് ID എന്ന് രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ റിവേഴ്സ് വരിക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രോം ബ്രൗസറിലാണ് കേട്ടോ. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും 3 ഡോട്ട് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ താഴെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം റിവേഴ്സ് വരിക. ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. പോപ്അപ്സ് ആൻഡ് ഡീഡയറക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇൻസിസ്റ്റ് ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വരുന്ന പരസ്യങ്ങൾ ഒരുവിധം നിയന്ത്രിക്കാൻ കഴിയും. എന്തായാലും സ്ക്രീനിൽ ഇതുപോലെ പരസ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സുകൾ ഒന്ന് നോക്കി ഓഫ് ചെയ്യേണ്ടത് ഓഫ് ചെയ്ത് കൊടുക്കുക, ഓൺ ചെയ്യേണ്ടത് ഓൺ ചെയ്ത് കൊടുക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.